കോട്ടാങ്ങൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ 8 പടയണിക്ക് ചൂട്ടുവെച്ചു. കരനാഥന്മാരാണ് ചൂട്ടുവെച്ചത്. കോട്ടാങ്ങൽ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ 8 പടയണിക്കാണ് ചൂട്ടുവെച്ചത്. ശ്രീകോവിലിനുള്ളിൽ നിന്നും മേൽശാന്തി മനു നാരായണൻ ശർമ്മ കൈമാറിയ അഗ്നിജ്വാല കരനാഥന്മാർ ചൂട്ടുകറ്റിലേക്ക് ഏറ്റുവാങ്ങി. ക്ഷേത്ര കിഴക്കേ നടയിൽ സന്നിഹിതരായിരുന്ന കരക്കാരുടെ സാന്നിധ്യത്തിൽ കരക്കാരുടെ അനുവാദത്തോടുകൂടി 8 പടയണിക്ക് ചൂട്ടുവെക്കുന്നു എന്ന് വിളിച്ചു ചൊല്ലി ചൂട്ടുവെക്കുന്ന ചടങ്ങ് ഗോത്ര സംസ്കൃതിയുടെ പാരമ്പര്യം പേറുന്ന കൂട്ടായ്മയുടെ മകുടോദാഹരണമാണ്. ചൂട്ടുവെപ്പ് എന്ന ചടങ്ങോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പടയണി ആരംഭിക്കുന്നത്. ധനുമാസത്തിലെ ഭരണിനാൾ മുതൽ മകരമാസത്തിലെ ഭരണി വരെയുള്ള 28 ദിവസമാണ് പടയണി കാലമായി കണക്കാക്കപ്പെടുന്നത്. 28 പടയണി ചൂട്ടുവെപ്പിന് ശേഷം സാധിപ്പ്, പരിശീലനം, തയ്യാറെടുപ്പുകൾ എന്നിവ കളരിയിൽ നടന്നു. തുടർന്നാണ് 8 പടയണിക്ക് ക്ഷേത്രത്തിൽ ചൂട്ടുവെച്ചത്. കുളത്തൂർ കരയ്ക്ക് വേണ്ടി പുത്തൂർ രാധാകൃഷ്ണ പണിക്കരും കോട്ടാങ്ങൽ കരയ്ക്ക് വേണ്ടി കടൂർ രാധാകൃഷ്ണ പണിക്കരും ആണ് ചൂട്ടുവെച്ച് പടയണിക്ക് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത്. ചടങ്ങുകൾക്ക് കുളത്തൂർ ശ്രീദേവി വിലാസം പടയണി സംഘം ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി അജീഷ് പുറത്തോട്ട്, ടി എ വാസുക്കുട്ടൻ നായർ തടത്തിൽ, രതീഷ് ബാബു ചുള്ളുകാട്ട്, കോട്ടാങ്ങൽ ശ്രീഭദ്ര പടയണി സംഘം ഭാരവാഹികളായ രാജൻ പി പിള്ള, കുന്നേൽ മനീഷ് പൊളിക്കൽ, രാഹുൽ തച്ചേട്ട്, ദേവസ്വം പ്രസിഡന്റ് സുനിൽ വെള്ളിക്കര, സെക്രട്ടറി ടി സുനിൽ താന്നിക്കപ്പൊയ്കയിൽ, പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ എന്നിവർ നേതൃത്വം നൽകി.